നമസ്കാരം. ഇറാനിൽ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്ത രണ്ടാമത്തെ മകൻ കൂടിയായ മുസ്തഫ ഖമേനിക്ക് എന്താണ് സംഭവിച്ചത്? ലോകം ഇപ്പോൾ ആകാംക്ഷയോടെ തിരയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നത് മുസ്തഫ ഖമേനിക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനേറ്റ പരിക്ക് ഗുരുതരമാണോ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ്. പക്ഷേ ഇതിനെല്ലാം മറുപടിയുമായി ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ മാധ്യമം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് മുസ്തഫ ഖമേനിക്ക് കാലിനാണ് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത്. പിതാവായ ആയത്തുള്ള അലി ഖമേനിയെ കൂടെയുള്ളവരെ ആക്രമിച്ച ദിവസം തന്നെയാണ് ഇയാൾക്കും പരിക്കേറ്റത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇയാൾ എവിടെയാണ് ചികിത്സയിൽ കഴിയുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അതിനിടയിലാണ് ഇസ്ലാമിക് റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ നിർബന്ധപ്രകാരം മുസ്തഫയെ ഇറാനിലെ അടുത്ത പരമോന്നത നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ പരമോന്നത നേതാവ് എവിടെയാണ് എന്നാണ് ഇറാൻകാരെല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത്. സാധാരണഗതിയിൽ തങ്ങളുടെ രാജ്യത്തിന് ഒരു പരമോന്നത നേതാവിനെ ലഭിച്ചാൽ അദ്ദേഹം രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്യുന്ന ഒരു പതിവുള്ളതാണ്. അതുപോലെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വീഡിയോ എങ്കിലും പുറത്തുവിടുകയും അത് ടെലിവിഷൻ ചാനലുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യാറുള്ളത്. കൂടാതെ മാധ്യമങ്ങളെ കാണുന്ന പതിവുണ്ട് ഇറാനിൽ. ഈ മുസ്തഫ ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, ഇയാളെ എവിടെയാണ് ചികിത്സിക്കുന്നത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇസ്രായേൽ ആകട്ടെ എന്ത് വില കൊടുത്തും ഇയാൾ എവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ്. ഇസ്രായേൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഇവർ എവിടെ പോയി ഒളിച്ചാലും ഇവരെ കണ്ടെത്താനും അവരെ പിടികൂടാനും വധിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുള്ള രാജ്യം തന്നെയാണ് ഇസ്രായേൽ. ഒപ്പം അമേരിക്ക ഇപ്പോൾ കൂട്ടിനുമുണ്ട്. എന്നാലും ഈ മുസ്തഫ ഖമേനി എവിടെയാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. അവിടെ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഇറാൻ ശരിക്കും ഭരിക്കുന്നത് ആരാണ് എന്നാണ്. ഇറാനിൽ അവിടെ പേരിന് വേണ്ടി ഒരു പ്രസിഡന്റ് ഉണ്ട്. പെഷസ്കിയാനാണ് ഇറാനിലെ പ്രസിഡന്റ്. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇറാനിലെ ഒരു ഭരണഘടനാ രീതി അനുസരിച്ചുള്ളത്. ഇറാനിൽ 1979 മതഭരണകൂടം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അവിടെ അധികാരം മുഴുവൻ ഈ പരമോന്നത നേതാവിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ജുഡീഷ്യറിയും സൈന്യവും ഭരണവും സർക്കാർ എല്ലാ കാര്യങ്ങളുടെയും അധിപൻ എന്ന് പറയുന്നത് ഈ പരമോന്നത നേതാവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നേതാവാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി തീരുമാനിച്ച് നടപ്പിലാക്കേണ്ടതും അവയെല്ലാം തന്നെ ഉദ്ദേശിച്ചതുപോലെ പൂർത്തിയായി എന്ന് ഉറപ്പുവരുത്തേണ്ടത്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല ഇപ്പോൾ ഇറാനിൽ. ഇറാൻ നിരന്തരമായി ഇപ്പോൾ ആക്രമണം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഇതിനെല്ലാം നിർദ്ദേശം നൽകുന്ന ആൾ ആരാണെന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനൊപ്പം തന്നെ ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘം സൈനിക മേധാവികളും അതുപോലെ ഉന്നത പദവികൾ വഹിച്ചിരുന്നവരൊക്കെ തന്നെ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്നാണ് എൻ്റെ ചോദ്യം. കൂടാതെ ഈ മുസ്തഫയുമായി അമിതമായ വിധേയത്വം വെച്ച് പുലർത്തുന്ന റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡ് എന്ന അവിടുത്തെ സൈനിക വിഭാഗമാണോ ഇപ്പോൾ അവിടെ ഈ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്ന സംശയവും സ്വാഭാവികമായി ഉയരുന്നുണ്ട്. ഒരുപക്ഷെ വലിയൊരു കാലാൾപ്പട സ്വന്തമായിട്ടുള്ള രാജ്യം കൂടിയാണ് ഇറാൻ. പക്ഷേ അവിടുത്തെ സൈനിക മേധാവികളെക്കുറിച്ചോ അവരെടുക്കുന്ന നയപരമായ കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ തന്നെ ആത്യന്തികമായ അഭിപ്രായം പറയേണ്ടതും ഒരു ഉത്തരവിടേണ്ടതുമായ വ്യക്തി പരമോന്നത നേതാവ് തന്നെയാണ്. പക്ഷേ ഈ പരമോന്നത നേതാവ് ഇപ്പോൾ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ആയത്തുള്ള അലി ഖമേനി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഇടവേളകളാണെങ്കിൽ പോലും ടെലിവിഷനിലും മറ്റും പ്രത്യക്ഷപ്പെട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുസ്തഫയ്ക്ക് എന്താണ് സംഭവിച്ചത്? മാത്രമല്ല ഈ മുസ്തഫ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ അയാളൊരു ആത്മീയ പശ്ചാത്തലമുള്ള വ്യക്തിയായിരുന്നില്ല. ഒരു വലിയ കോടീശ്വരനായ ഇറാനിലെ എണ്ണ വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ സ്വന്തമാക്കി വിദേശ രാജ്യങ്ങളിൽ വലിയ വ്യവസായങ്ങളും ആഡംബര മാളികളുമൊക്കെ വാങ്ങിക്കൂട്ടി അവിടെ സൂചിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇപ്പോൾ ഈ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന് പറയുമ്പോൾ തന്നെ ഇയാളെ ചികിത്സിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് സ്വാഭാവികമായും ഇവിടെ പലരും ചോദിക്കുന്നത്. ഇറാനിലെ ഏതെങ്കിലും ഒരു ആശുപത്രിക്ക് ഉള്ളിലാണ് ഇയാളെ ചികിത്സിക്കുന്നത് എങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്രത്തോളം ഇസ്രായേലിൻ്റെ ചാരസംഘടനയും മൊസാദിന് അവിടെ ചാരന്മാരുണ്ട്. പക്ഷേ ഇത് മറ്റേതോ സ്ഥലത്ത് ഒരുപക്ഷെ അയാളുടെ ഏതെങ്കിലും വീട്ടിലോ ആശുപത്രിയുടെ അല്ലാതെ എവിടെയെങ്കിലുമാണോ ഇയാളെ രഹസ്യമായി ഡോക്ടർമാർ ചികിത്സിക്കുന്നത് എന്നാണ് ഇപ്പോൾ പലരും സംശയത്തോടെ ചോദിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ അവിടെ മൈനുകൾ സ്ഥാപിക്കാനുള്ള ഇറാൻ്റെ നീക്കത്തിനെതിരെ അമേരിക്ക അതിശക്തമായി ആഞ്ഞടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 16ഓളം കപ്പലുകൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക തകർക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇറാനെ ദിവസങ്ങൾക്കുള്ളിൽ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് പോകുന്നത്. ഇറാനൊരു ഭരണമാറ്റം അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നു. ആദ്യം മുതലേ അവർ പറയുന്ന കാര്യമാണ്. പക്ഷേ എന്നാൽ നിലവിലുള്ള പരമോന്നത നേതാവ് ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും ആർക്കും അറിയുകയില്ല. ഇയാളെ പിടികൂടി പുറത്താക്കിയിട്ട് വേണം ഒരുപക്ഷെ പുതിയൊരു സർക്കാരിനെ, ഒരു പാവ സർക്കാരിനെ അമേരിക്ക അവിടെ സ്ഥാപിക്കാനുള്ളത്. പക്ഷേ അതിനൊക്കെ ഉപരി ഈ പുതിയ ആത്മീയ നേതാവ് എവിടെ എന്ന ചോദ്യത്തിന് ഇനിയും ഇറാനിലെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുപോലും ഇല്ലാത്ത ഭരണകൂടം മറുപടി നൽകിയിട്ടേ ഇല്ല. ഇറാനിലെ ജുഡീഷ്യറി വരെ നിയന്ത്രിക്കുന്ന അത്രയും അധികാരങ്ങളുള്ള
ഒരു പദവിയാണ് ഈ പരമോന്നത നേതാവിൻ്റേത്. അങ്ങനത്തെ പരമോന്നത നേതാവാണ് ഇപ്പോൾ കാലിൽ പരിക്കേറ്റ് എവിടെയോ ഒളിവ് കേന്ദ്രത്തിൽ കഴിയുന്നത്. അദ്ദേഹത്തിന് പുറത്ത് വരാൻ പറ്റത്തില്ല. അതായത് അദ്ദേഹത്തിന് ടെലിവിഷൻ സ്ക്രീനിലോ മറ്റു പ്രത്യക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഗുരുതരമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് വലിയ തോതിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഭരണത്തെ അട്ടിമറിച്ചില്ലെങ്കിൽ പോലും അവർക്ക് വളരെ എളുപ്പത്തിൽ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂടുതൽ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്താനും ഇറാൻ്റെ മറ്റ് പോഷക സംഘടനകളെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഹിസ്ബുള്ളയും ഹമാസിനെയും ഹൂത്തി മുതൽ എല്ലാവരെയും ഇല്ലാതാക്കുന്ന കാര്യത്തിൽ അവർക്ക് മുഴുകുകയും ചെയ്യാം. പക്ഷേ അപ്പോഴും ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഈ മുസ്തബയും ഒരുപക്ഷെ ഇസ്രായേലോ അമേരിക്കയോ വകവരുത്തുകയാണെങ്കിൽ പിന്നെ പിൻഗാമിയായിട്ട് ആര് വരും എന്നുള്ളതാണ്. അതും ഖമേനിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആകുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ ഖമേനിയുടെ കുടുംബത്തിൽ തന്നെ ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള വിയോജിപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ മുസ്തബയെ പരമോന്നത നേതാവാക്കിയതിനോട് ആയത്തുള്ള അലി ഖമേനിയുടെ കുടുംബത്തിൽ തന്നെ പലർക്കും ശക്തമായ വിയോജിപ്പുണ്ട് എന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്.